പ്രപഞ്ചത്തിലെ എല്ലാ പ്രകാശത്തെയും നക്ഷത്രങ്ങളെയും വിഴുങ്ങുന്ന, എന്നാൽ അതിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് പുതിയ ഗാലക്സികൾക്ക് ജന്മം നൽകുന്ന ബ്ലാക്ക് ഹോൾ അഥവാ ആ പരമമായ ശൂന്യതയാണ് ഭഗവാൻ ശിവനെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് പരമശിവൻ തൻ്റെ കഴുത്തിലെ ഉഗ്രവിഷമുള്ള പാമ്പിനെ പോലും ഒരു ആഭരണമാക്കി മാറ്റിയത്? ഇതിന് പിന്നിലെ നിഗൂഢ മനഃശാസ്ത്രം എന്താണ്? ശിവൻ എന്നത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് ശുദ്ധമായ ബോധമാണ്. പാർവതി എന്നാൽ ഈ പ്രകൃതിയുടെ ഊർജമാണ്. ഓഷോയുടെ വിപ്ലവകരമായ ദർശനങ്ങളിലൂടെ ശിവനും ശക്തിയും തമ്മിലുള്ള ആ അർദ്ധനാരീശ്വര നടനത്തിൻ്റെ രഹസ്യങ്ങളും വ്രതങ്ങളുടെയും പൂജകളുടെയും പിന്നിലെ ലൗകികമായ ആഗ്രഹങ്ങളെയും നമ്മളിന്ന് പൂർണ്ണമായും തുറന്നു കാട്ടുകയാണ്. ആത്മീയ പാതയിലെ ഏറ്റവും വലിയ കെണിയായ സിദ്ധികളുടെ അപകടങ്ങളെക്കുറിച്ചും അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലെ കത്തിയെരിയുന്ന ശവത്തിനരികെ ഇരുന്ന് ധ്യാനിക്കുന്ന അഘോരികളുടെ യഥാർത്ഥ രഹസ്യത്തെക്കുറിച്ചും നമ്മൾ പഠിക്കും. നമുക്കുള്ളിലെ ജൈവോർജത്തെ പാഴാക്കാതെ അതിനെ പരിവർത്തനം ചെയ്ത് പരമമായ പ്രജ്ഞയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കും. പ്രിയമുള്ളവർ, ദിവ്യബോധ ജ്ഞാനപ്രവാഹത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചിന്തകൾ ഇന്ന് ഭഗവാൻ ശിവനെക്കുറിച്ചാണ്. ചില സുഹൃത്തുക്കൾ ചോദിച്ചു, ആരാണ് യഥാർത്ഥത്തിൽ ശിവൻ? എന്താണ് ശിവനെന്ന്? പുരാണങ്ങളിലൂടെയും കഥകളിലൂടെയും നമ്മളറിഞ്ഞ ശിവനുമപ്പുറം ആഴമേറിയ ഒരു ശാസ്ത്രവും ആത്മീയതയും ഈ നാമത്തിന് പിന്നിലുണ്ട്. ശിവമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മംഗളകരമായത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നാണ്. ഈ പ്രപഞ്ചമുണ്ടായ ശൂന്യതയും ഈ പ്രപഞ്ചം ഒടുവിൽ ചെന്നെത്തുന്ന ശൂന്യതയും ശിവൻ തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലും ശരീരത്തിലെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ജൈവോർജത്തിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയാണിത്. ആരാണ് ശിവൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും പുറത്തല്ല, അത് നമുക്കുള്ളിൽ തന്നെയാണ്. മനുഷ്യൻ്റെ പരിമിതികളെ മറികടന്ന് പരമാനന്ദത്തിലേക്ക് എത്താൻ ശിവതത്വം നമ്മെ എങ്ങനെ സഹായിക്കുമെന്ന് ലളിതമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ആത്മീയതയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യമായി ഉയർന്നു വരുന്ന ഒരു രൂപമുള്ളത് അത് പരമശിവൻ്റേതാണ്. എന്നാൽ സത്യത്തിൽ ആരാണ് ഈ ശിവൻ? ചിലർ പറയുന്നു അദ്ദേഹം ഹിമാലയത്തിൻ്റെ മുകളിൽ ജടയും ചൂടി ജീവിച്ചിരുന്ന, ആദ്യമായി യോഗാശാസ്ത്രം ഭൂമിക്ക് നൽകിയ ആദിയോഗിയായ ഒരു മനുഷ്യനാണെന്ന്. പുരാണങ്ങൾ പറയുന്നു അദ്ദേഹം പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന മൂന്നാം കണ്ണുള്ള സംഹാരരുദ്രനായ ദൈവമാണെന്ന്. സത്യത്തിൽ ഇതിൻ്റെ പിന്നിലെ പരമമായ സത്യമെന്താണ്? ഓഷോയിലൂടെ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം തിരയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ സങ്കല്പങ്ങളെല്ലാം പാടെ തകരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓഷോ വളരെ വ്യക്തമായി പറയുന്നു, ശിവനെന്നത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനോ ആകാശത്തിരുന്ന് പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയോ അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ ശൂന്യതയുടെയും അനന്തതയുടെയും ബോധപൂർവമായ പേരാണ് ശിവനെന്ന്. മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും എപ്പോഴും വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ രൂപമില്ലാത്ത, അതിരുകളില്ലാത്ത ഒന്നിനെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ യുക്തിക്കൊരിക്കലും കഴിയില്ല. നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഒരു രൂപം വേണം. അതുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ശിവൻ ഒരു രൂപം നൽകിയത്. കൈലാസത്തിൽ ധ്യാനിച്ചിരിക്കുന്ന ജടയും പാമ്പും ചൂടിയ ആ രൂപം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ നിശബ്ദതയുടെയും ധ്യാനാത്മകതയുടെയും ഒരു വിഷ്വൽ
പ്രതീകം മാത്രമാണ്. ശിവന്റെ ഈ രൂപം എപ്പോഴും കറുത്ത പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ശരീരത്തിൽ ചാരം പൂശിയോ ഒക്കെയാണ് കാണാറുള്ളത്. ഇതിനു പിന്നിൽ വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ നിറങ്ങളും ഒടുവിൽ അവസാനിക്കുന്നത് കറുപ്പിലാണ്. ശാസ്ത്രം പറയുന്ന ബ്ലാക്ക് ഹോൾ പോലെ എല്ലാ പ്രകാശത്തെയും നക്ഷത്രങ്ങളെയും തന്നിലേക്ക് വിഴുങ്ങുകയും എന്നാൽ അതിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് പുതിയ ഗാലക്സികൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്ന ആ പരമശൂന്യതയുടെ പ്രതീകമാണ് ശിവൻ. ആ ശൂന്യതയിൽ നടക്കുന്ന ഊർജത്തിൻ്റെ നൃത്തത്തെയാണ് നമ്മൾ നടരാജ നൃത്തം എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ശിവന്റെ തൃക്കണ്ണും കഴുത്തിലെ പാമ്പും. തൃക്കണ്ണെന്നത് നെറ്റിയിലുള്ള ഒരു മാംസഭാഗമല്ല, മറിച്ച് നമ്മുടെ 2 കണ്ണുകൾ കാണുന്ന ലൗകിക യുക്തിയുടെയും വിഭജനങ്ങളുടെയും അവസാനമാണ്. 2 കണ്ണുകൾ ഉള്ളപ്പോൾ അവിടെ എപ്പോഴും ഞാനും നീയും നല്ലതും ചീത്തയുമെന്ന വിഭജനമുണ്ട്. എന്നാൽ 3-ാം കണ്ണ് തുറക്കുമ്പോൾ ഈ വിഭജനം മാറി അവിടെ പരിപൂർണമായ ഏകത്വം അഥവാ അദ്വൈതം ജനിക്കും. അതുകൊണ്ടാണ് 3-ാം കണ്ണ് തുറന്നപ്പോൾ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പ്രതീകമായ കാമദേവൻ ഭസ്മമായി പോയെന്ന് പുരാണങ്ങൾ പറയുന്നത്. മനുഷ്യൻ എപ്പോഴും തനിക്കുള്ളിലെ കാമത്തെയും ക്രോധത്തെയും പാപമെന്ന് കരുതി ഭയന്ന് അടിച്ചമർത്താൻ നോക്കുമ്പോൾ ഭഗവാൻ ശിവൻ തൻ്റെ കഴുത്തിലെ കൊടും വിഷമുള്ള പാമ്പിനെ പോലും തൻ്റെ ആഭരണമാക്കി മാറ്റുകയാണ്. അതായത് നമുക്കുള്ളിലെ നെഗറ്റീവ് ഊർജത്തെ ഭയപ്പെടാതെ അതിനോട് യുദ്ധം ചെയ്യാതെ ഒരു സാക്ഷിയായിരുന്ന് അതിനെ പരിവർത്തനം ചെയ്ത് ആത്മീയ പ്രകാശമാക്കി മാറ്റുന്നതിൻ്റെ വലിയൊരു മനഃശാസ്ത്ര സൂചനയാണിത്. ഇവിടെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ അർദ്ധനാരീശ്വര സങ്കല്പം കടന്നു വരുന്നത്. ഓഷോ വിസ്തരിച്ച് വ്യക്തമാക്കുന്ന ഒരു തലമുണ്ട്. ശിവനും ശക്തിയും അല്ലെങ്കിൽ ശിവനും പാർവതിയും എന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൗകിക ബന്ധമല്ല. അവിടെ ശിവൻ എന്നാൽ ശുദ്ധമായ ബോധമാണ്, ശക്തി എന്നാൽ പ്രകൃതിയുടെ ഊർജമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ബോധവും ഊർജവും തമ്മിലുള്ള ഈ സുന്ദരമായ പ്രണയത്തിലാണ്, ഈ അനന്തമായ നൃത്തത്തിലാണ്. ഊർജത്തിന് കൃത്യമായ ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ ബോധം വേണം. ബോധത്തിന് ഈ പ്രപഞ്ചത്തിൽ പ്രകടമാകാൻ ഊർജവും വേണം. നമ്മുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം പുരുഷത്വവും മറുപകുതി സ്ത്രീത്വവുമാണെന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയ ഋഷിമാർ അത് അർദ്ധനാരീശ്വര രൂപത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ചിലർ ശിവനെ സംഹാരത്തിൻ്റെ ദൈവമെന്ന് വിളിക്കുന്നു. ഓഷോ പറയുന്നു അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇല്ലാതാക്കുക എന്നല്ല, മറിച്ച് രൂപമുള്ളതിനെ എല്ലാം മാറ്റി രൂപമില്ലാത്ത ആ പരമമായ ശൂന്യതയിലേക്ക് തിരികെ എത്തിക്കുക എന്നാണെന്ന്. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളും ജനിക്കുന്നത് ശൂന്യതയിൽ നിന്നാണ്. അതോടുവിൽ മടങ്ങുന്നതും ശൂന്യതയിലേക്കാണ്. ആ ശൂന്യതയാണ് പരമശിവൻ. ഈ പരമമായ ശിവചൈതന്യത്തെ ബാഹ്യമായ ഉപാസനയിലൂടെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ കെണികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ശിവനെന്ന പരമശൂന്യതയുടെ രഹസ്യത്തെക്കുറിച്ചും ബ്ലാക്ക് ഹോളിനോട് സാമ്യമുള്ള ആ ബോധതലത്തെക്കുറിച്ചും വിഭജനങ്ങളില്ലാത്ത അർദ്ധനാരീശ്വര തത്വത്തെക്കുറിച്ചുമാണ്. ഇനി നമുക്ക് ചുറ്റുമുള്ള വലിയൊരു വിഭാഗം ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ലൗകികമായ ഒരു കാര്യമുണ്ട്. വിവിധ തരത്തിലുള്ള വ്രതങ്ങളും കഠിനമായ പൂജകളും വർഷങ്ങൾ നീളുന്ന ഉപാസനകളും അനുഷ്ഠിച്ച് ശിവനെ പ്രസാദിപ്പിക്കുവാൻ ഉള്ള വലിയ ഓട്ടത്തിലാണ് അവരുള്ളത്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെയെല്ലാം ചെയ്താൽ ശിവൻ പ്രസാദിക്കുമെന്നും തങ്ങൾക്ക് വലിയ വരങ്ങളും സിദ്ധികളും നൽകുമെന്നാണ്. ഓഷോ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഇതിനെ അതീവ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഓഷോ ചോദിക്കുന്നത്
ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ പരമബോധമായ ആ ശൂന്യതയായ പരമശിവൻ നമ്മൾ കൊടുക്കുന്ന ഇത്തിരി പൂവും പഴവും കൊണ്ടുള്ള സമർപ്പണം കണ്ട് സന്തോഷിക്കാൻ മാത്രം ചെറിയൊരു മനുഷ്യ മനസ്സിന് ഉടമയാണ് ശിവഭഗവാൻ എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ്. പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർക്ക് ശിവനെന്ന അവസ്ഥയെ ഒരിക്കലും തൊട്ടറിയാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ ഇത്തരം ഉപാസനകളുടെ പിന്നിലെ മനഃശാസ്ത്രം ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഉള്ളിൽ വലിയൊരു ഫലവും ലാഭവും പ്രതീക്ഷിച്ചാണ് സത്യത്തിൽ ദൈവത്തെ പോലും സമീപിക്കുന്നത്. ഈ അത്യാഗ്രഹമുള്ള മനസ്സ് ഉള്ളിടത്തോളം കാലം അവിടെ ഭക്തിയോ ധ്യാനമോ ഉണ്ടാവില്ല. മറിച്ച് വെറും ബിസിനസ് അല്ലെങ്കിൽ ഒരു വിലപേശൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. നോക്കൂ, വാസ്തവത്തിൽ എന്താണ് യഥാർത്ഥ ശിവപ്രസാദം? നമുക്കുള്ളിലെ ചിന്തകളും നമ്മുടെ ഈ അഹന്തയും പൂർണ്ണമായി ഒടുങ്ങി നമുക്കുള്ളിൽ ഒരു വലിയ നിശബ്ദത ജനിക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ ആന്തരിക നിശബ്ദതയാണ് യഥാർത്ഥ ശിവപ്രസാദം. എന്നാൽ ബാഹ്യമായ കഠിന ഉപാസനയിലൂടെ ചിലർക്ക് ചില സിദ്ധികളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ നിഗൂഢമായ ശാസ്ത്രം നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊരു പ്രത്യേക രൂപത്തിലോ അല്ലെങ്കിൽ ഒരു മന്ത്രത്തിലോ നമ്മുടെ മുഴുവൻ മനസ്സിനെയും അതീവ തീവ്രമായി കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കുള്ളിൽ ഓരോ സെക്കൻഡിലും ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുടെ എണ്ണം ഗണ്യമായി കുറയാൻ തുടങ്ങും. മനസ്സങ്ങനെ ഒരൊറ്റ ബിന്ദുവിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ അതുവരെ ചിന്തകളിലൂടെ പാഴായിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജൈവോർജം മുഴുവൻ ശരീരത്തിലും മസ്തിഷ്കത്തിലും വലിയൊരു അളവിൽ സംഭരിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ സംഭരിക്കപ്പെടുന്ന ഊർജം അതീവ ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് അത്ഭുതമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുകയോ രോഗങ്ങൾ ഭേദപ്പെടുത്തുകയോ പ്രവചനങ്ങൾ നടത്തുവാനൊക്കെ ഈ ഉപാസകന് കഴിഞ്ഞേക്കും. ഇതിനെയാണ് നമ്മൾ സിദ്ധികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഓഷോ ഇവിടെ അതീവ ശക്തമായ ഒരു മുന്നറിയിപ്പ് എല്ലാ ആത്മീയ അന്വേഷകർക്കുമായി നൽകുന്നുണ്ട്. സിദ്ധികൾ എന്ന് പറയുന്നത് ആത്മീയ പാതയിലെ ഏറ്റവും വലിയ കെണിയാണ്. എപ്പോഴാണോ നമുക്ക് ഇത്തരം സിദ്ധികൾ ലഭിക്കുന്നത്, അപ്പോൾ നമുക്കുള്ളിലെ അഹന്ത അഥവാ ഈഗോ 1000 ഇരട്ടിയായി വർദ്ധിക്കും. ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു സിദ്ധനാണ്, എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും, എന്നേക്കാൾ വലിയവൻ ഇവിടെ ആരുമില്ല എന്ന ചിന്ത നമുക്കുള്ളിൽ വരുന്നതോടെ നമ്മൾ പരമമായ ആ ശൂന്യതയിൽ നിന്നും ആ ശിവത്വത്തിൽ നിന്നും കോടിക്കണക്കിന് കാതം ദൂരേക്ക് തെറിച്ചു പോകും. സിദ്ധികളുടെ പുറകെ പോകുന്നവൻ ലൗകികമായ അത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു വശം മാത്രമാണ് കാണിക്കുന്നത്. സാധാരണ മനുഷ്യൻ പണത്തെയും അധികാരത്തെയും ആഗ്രഹിക്കുമ്പോൾ ഈ ഉപാസകൻ സിദ്ധികളെ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. രണ്ടുപേരുടെയും മനസ്സ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിൻ്റെ പാതയിൽ സിദ്ധികൾ എന്നത് വഴിയിലെ വലിയ കല്ലുകളാണ്. അതിനെ ചവിട്ടിമാറ്റി മുന്നോട്ട് പോകണം. ഈ സിദ്ധികളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കുള്ളിലെ ഊർജത്തെ പ്രജ്ഞയാക്കി മാറ്റുന്ന യഥാർത്ഥ ശിവസാധന എന്താണെന്നും അത് എങ്ങനെയാണ് ഒരുവനെ അഹന്തയുടെ തടവറയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഉപാസനകളുടെ പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ആത്മീയ വഴിയിലെ ഏറ്റവും വലിയ കെണിയായ സിദ്ധികളുടെ അപകടങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ശിവസാധന എന്താണെന്നാണ്. പരമ്പരാഗതമായ എല്ലാ ആത്മീയ ചിന്തകളും ഈ ലോകത്തെ പാപമായി കാണുമ്പോൾ, ശരീരത്തെ ചീത്തയായി കാണുമ്പോൾ, ഓഷോയുടെ ദർശനം ഈ ലോകത്തെയും ശരീരത്തെയും അതേപടി പൂർണ്ണമായി സ്വീകരിക്കാനാണ് പറയുന്നത്. കാരണം ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും പാപമല്ല, അത് ദൈവികതയുടെ തന്നെ വിഭജിക്കപ്പെടാത്ത പൂർണ്ണതയാണ്.
ലോകത്തെയും ശരീരത്തെയും നിഷേധിച്ചുകൊണ്ട് വെറുത്തുകൊണ്ട് നമുക്കൊരിക്കലും ശിവനിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഈ ലോകം പരമമായതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രതിബന്ധമാണെന്ന് നമ്മൾ പറയുന്ന ആ നിമിഷം മുതൽ നമുക്കുള്ളിൽ വലിയൊരു കുറ്റബോധം നിറയാൻ തുടങ്ങും. ഒരിക്കൽ നമുക്കുള്ളിൽ കുറ്റബോധം വന്നാൽ പിന്നെ നമുക്ക് ഈ ജീവിതത്തെ ആസ്വദിക്കുവാനോ സ്വന്തമായി ജീവിക്കുവാനോ മനസ്സു തുറന്നൊന്ന് ചിരിക്കുവാനോ കഴിയില്ല. അപ്പോൾ നമ്മളുടെ മുഖം എപ്പോഴും അതീവ ഗൗരവമുള്ളതായി മാറിപ്പോകും. ഇത്തരം ആത്മീയ ഗൗരവത്തിലൂടെ മനുഷ്യനുള്ളിൽ നിർജീവമായി മാറുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ശിവസാധന എന്നാൽ യുദ്ധം ചെയ്യലല്ല, മറിച്ച് പരിപൂർണമായ വിശ്രാന്തിയാണ്. സർവ്വതിനെയും അത് എങ്ങനെയാണോ അതേപടി സ്വീകരിക്കലാണ് യഥാർത്ഥ ശിവസാധന എന്നത്. ശിവസാധന എന്നത് നമ്മുടെ ശ്രദ്ധയെ ശിരസ്സിലെ ചിന്തകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവരുന്ന പരോക്ഷമായ ഉപായമാണ്. നമ്മളെപ്പോഴും ജീവിക്കുന്നത് തലച്ചോറിലാണ്, ബുദ്ധിയിലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ പല ജന്മങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. നമുക്കുള്ളിലെ ജൈവോർജത്തെ ഒരു പാലമാക്കി മാറ്റി ഹൃദയത്തിലെ വികാരങ്ങളിലേക്ക് തുളച്ചു കയറുവാനുള്ള അത്ഭുത വിദ്യയാണിത്. ഇതിൽ യാതൊരുവിധ കുറ്റബോധത്തിനും സ്ഥാനമില്ല. നമ്മൾ എപ്പോഴാണോ നമ്മുടെ തലച്ചോറിലെ ചിന്തകളിൽ നിന്നും താഴേക്കിറങ്ങി പൂർണ്ണമായ മൗനത്തിലേക്ക് ലയിക്കുന്നത്, അപ്പോൾ നമുക്കുള്ളിൽ അവശേഷിക്കുന്ന ആ ഉണർവുണ്ടല്ലോ, അത് തന്നെയാണ് ശിവൻ. നമ്മൾ കാമത്തിലോ ക്രോധത്തിലോ അത്യാഗ്രഹത്തിലോ ആണെങ്കിൽ പോലും അതിനോട് യുദ്ധം ചെയ്യാതെ, അതിനെ നല്ലതെന്നോ ചീത്തയെന്നോ വിളിക്കാതെ ആ വസ്തുതയോടൊപ്പം നിലനിൽക്കുക. നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഊർജമെല്ലാം തന്നെ ആന്തരികമായ കലഹത്തിലും ഏറ്റുമുട്ടലുകളിലും പാഴാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സ്വീകാരം നമ്മെ നമുക്കുള്ളിൽ ഒന്നാക്കി തീർക്കും. ആ പൂർണ്ണ സ്വീകരണത്തിൽ നമുക്കുള്ളിലെ ഊർജം വിഭജിക്കപ്പെടാതെ ഒന്നായി തീരുകയും അത് സംഭരിക്കപ്പെട്ട് ഒടുവിൽ ശുദ്ധമായ പ്രജ്ഞയായി മാറുകയും ചെയ്യും. വെള്ളം 100 ഡിഗ്രിയിലേക്ക് ചൂടാകുമ്പോൾ അത് ആവിയായി മാറുന്നത് പോലെ നമുക്കുള്ളിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ ഊർജത്തെ പാഴാക്കാതിരിക്കുമ്പോൾ ബാഷ്പീകരണം സംഭവിക്കുന്നതായ ആ ഘട്ടം എത്തിച്ചേരുകയും നമ്മുടെ ജൈവോർജം മുഴുവൻ പരമമായ ബോധമായി രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ശിവസാധനയുടെയും നമുക്കുള്ളിലെ ജൈവോർജത്തെ എങ്ങനെ ശുദ്ധമായ പ്രജ്ഞയാക്കി മാറ്റാം എന്നതിൻ്റെയും ആന്തരിക തത്വങ്ങളെക്കുറിച്ചാണ്. ഇനി കേൾക്കുമ്പോൾ നമ്മളെയെല്ലാം വല്ലാതെ ഭയപ്പെടുത്തുന്ന, എന്നാൽ അതോടൊപ്പം തന്നെ ജിജ്ഞാസയോടെ ആകർഷിക്കുന്ന ഒരു നിഗൂഢ വിഭാഗമുണ്ട്. അതാണ് അഘോരികൾ. സത്യത്തിൽ ആരാണ് ഈ അഘോരികൾ? അഘോരികൾ എന്നാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പൂർണ്ണ സ്വീകാരം എന്ന തത്വത്തെ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അതീവ തീവ്രമായി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിപ്ലവകാരികളായ സാധകരാണ് ഈ സമൂഹം. നമ്മുടെ സമൂഹം എന്തിനെയെല്ലാം അശുദ്ധമെന്നും വെറുക്കപ്പെടേണ്ടതെന്നും ഭയപ്പെടേണ്ടതെന്നും പാപമെന്നും വിളിച്ച് നമ്മൾ മാറ്റി നിർത്തുന്നുവോ? ഉദാഹരണത്തിന് ശ്മശാനം, ശവം, മൃതദേഹത്തിലെ ചാരം, അങ്ങനെ ഉള്ളതിനെയെല്ലാം ഒട്ടും വെറുപ്പില്ലാതെ യാതൊരുവിധ വിവേചനവുമില്ലാതെ പൂർണ്ണമായി സ്വീകരിക്കാൻ പഠിക്കുന്നവരാണ് അഘോരികൾ. സാധാരണ മനുഷ്യരായ നമ്മൾ സുന്ദരമായതിനെ മാത്രം സ്വീകരിക്കുകയും വിരൂപമായതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഉള്ളിൽ ശക്തമായി വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു അഘോരി അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലെ കത്തിയെരിയുന്ന ശവത്തിനരികിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ മരണത്തെയും ജീവിതത്തെയും ഒരേപോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് സുഗന്ധമുള്ള ചന്ദനവും ചുടലച്ചാരവും ഒന്നാണ്. അവർക്ക് രാജകൊട്ടാരവും ഭയാനകമായ ശ്മശാനവും ഒന്നാണ്. മനസ്സിൻ്റെ എല്ലാത്തരം വിഭജനങ്ങളെയും കൊള്ളാം കൊള്ളില്ല എന്ന വേർതിരിവുകളെയും പാടെ തകർത്തെറിഞ്ഞ് പരിപൂർണമായ അദ്വൈത അവസ്ഥയിലേക്ക്, ആന്തരിക ഏകത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള അതീവ അപകടകരമായ ഒരു ആത്മീയ വഴിയാണത്. സാധാരണക്കാർക്ക് അത് ഭ്രാന്തായി തോന്നാം.
എന്നാൽ അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം എന്നത് മനസ്സിൻ്റെ വിഭജനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി അഹന്തയെ പാടെ തകർക്കുക എന്നത് മാത്രമാണ്. ശിവഭഗവാനെക്കുറിച്ച് പറയാൻ അനവധിയാണ്. അവസാനമായി ഒരു ചോദ്യം എന്നത്, നമ്മൾ എങ്ങനെയാണ് ശിവനെ ശരിക്കും കാണേണ്ടത് എന്നാണ്. ഓഷോ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ശിവനെ പുറത്തുള്ള ഒരു രൂപമായി കണ്ട് ആരാധിക്കുന്നത് എന്നാണോ നിർത്തുന്നത്, അവിടുന്ന് മുതലാണ് നിങ്ങൾക്കുള്ളിൽ യഥാർത്ഥ ശിവദർശനം ആരംഭിക്കുന്നതെന്നാണ്. ശിവനെന്നാൽ മറ്റൊന്നുമല്ല. ശിവനെന്നാൽ നിശബ്ദതയാണ്. ശിവനെന്നാൽ ശൂന്യതയാണ്. ശിവനെന്നാൽ ശുദ്ധമായ ബോധമാണ്. നമ്മൾ ധ്യാനത്തിൽ നമ്മുടെ തലച്ചോറിലെ ചിന്തകളെയെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് അഹന്തയുടെ എല്ലാ പൊയ്മുഖങ്ങളെയും അലിയിപ്പിച്ച് വെറുമൊരു ശൂന്യമായ ഒഴിഞ്ഞ സ്ഥലമായി മാറുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ശിവൻ. ആ ഒരർത്ഥത്തിലാണ് ശിവോഹം അഥവാ ഞാൻ തന്നെയാണ് ശിവൻ എന്ന നമ്മുടെ ഋഷിമാർ ഉറക്കെ പ്രഖ്യാപിച്ചത്. നമ്മൾ ചർച്ച ചെയ്ത എല്ലാ രഹസ്യങ്ങളും നിങ്ങളെ പുറത്തുള്ള ഒരു ദൈവത്തിലേക്കോ മനുഷ്യനിലേക്കോ നയിക്കാനല്ല, പകരം നിങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പരമമായ ശിവചൈതന്യത്തിലേക്ക് നിങ്ങളെ തിരികെ എത്തിക്കുവാനാണ്. സങ്കല്പങ്ങളുടെ കപടതകളെല്ലാം മാറി ആ വലിയ നിശബ്ദതയിലേക്ക്, ആ പരമമായ ശൂന്യതയുടെ ശിവചൈതന്യത്തിലേക്ക് നിങ്ങൾ ഉണരട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.